ആർക്കും ഇഷ്ടമില്ലാത്ത, പ്രത്യേകിച്ച് പഴയ തട്ടിട്ട തറവാട് വിത്ത് മോഡേൺ ഇന്റീരിയേഴ്സ്. പിന്നെ ചോദിക്കണ്ടല്ലോ, എന്താ ആംബിയൻസ്. സത്യം പറഞ്ഞാൽ കുട്ടികളുടെ പകുതി വെക്കേഷൻ പ്രാക്ടീസിനായിട്ട് സ്കൂളിൽ തന്നെയാണ്. റോൾ ബോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റോളർ ഹോക്കിയുടെ കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷന് പോകുന്ന സ്ഥലത്ത് കുട്ടികൾക്കും മാത്രമല്ല ഞങ്ങൾ അമ്മമാർക്കും ഒരു വെക്കേഷൻ മൂഡ് സെറ്റാക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. അമ്മേൻ്റെ കാര്യം ഉണ്ടെങ്കിൽ കൊണ്ട് സ്കൂൾ ബസ് തന്നെങ്കിലും സ്കൂൾ ബസ്സിൽ സ്പീഡ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചതൊക്കെ ദഹിച്ച് വീണ്ടും എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ചിഞ്ചുവിന്റെ കൊത്തു പൊറോട്ട ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാലടി എത്തറ ഇപ്പൊ നമ്മുടെ വൈബ് താരം മൻസിയുടെ എൻട്രി ആണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചെയർമാൻ നമുക്ക് ബസ് മാത്രമല്ല ഇതുപോലെ കുറെ കുട്ടി കുട്ടി കിടക്കകളും തന്നിട്ട്. കാരണം ഒരു വില്ലയിലെ ആളുകളെ കൊള്ളിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അങ്ങനെ പാവം ലക്ഷറി വില്ലയെ ഒരു അഭയാർത്ഥി ക്യാമ്പാക്കാൻ ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം വേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വില്ലയൊക്കെ ചുറ്റി നടന്ന് കണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി അവരെ വേഗം കിടത്തി ഉറക്കിട്ടോ. കാരണം എന്താ വെച്ചാൽ അവർക്ക് നാളെ രാവിലെ കോമ്പറ്റീഷന് പോകേണ്ടതുണ്ട്. അങ്ങനെ അത്യാവശ്യം അടുക്കി പൊറുക്കലൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചായയൊക്കെ കുടിച്ച് കുളിക്കാൻ പാടിയില്ല റോസിനെയും കുത്തിപ്പൊക്കി ഞങ്ങള് എല്ലാരും തട്ടിടാൻ നോക്കി അൻസിയനെ തന്നെ ഞങ്ങളും തട്ടി ഞങ്ങളും ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ റീലുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അത് ഞാൻ അടുത്തടുത്ത റീലുകളായിട്ട് ഇടാട്ടോ. പണ്ടത്തെ ഹോസ്റ്റൽ ജീവിതം അല്ലെങ്കിൽ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴുള്ള ഒരു മൊമെന്റ് അതൊക്കെ ഓർമ്മപ്പെടുത്തും വിധം. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ചിരിയും കളിയും ബഹളവും മാത്രമായിരുന്നു. അടുത്ത ദിവസം കുട്ടികൾ മാച്ചിന് ഇറങ്ങുന്നതിന് മുൻപ് എല്ലാ അമ്മമാരും പറഞ്ഞത് ജയിച്ചു വന്നാൽ ഫുൾ ടൈം പൂളിൽ ഇടാന്ന. അതുകൊണ്ട് തന്നെ കുട്ടികൾ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. ചില മാച്ചുകൾ പാളി പോകുന്നത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം അവർക്ക് മുന്നോട്ടുള്ള ജയത്തിനുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മുടെ ഷാജി സാറും സായി സാറും ഫയർ സാറും എല്ലാം അടിപൊളിയായിട്ട് ഇവരെ കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തി ഫുഡ് കഴിച്ചതും ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് കുട്ടികളും സായിയും എല്ലാവരും കൂടി ഡാൻസും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ദഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ നേരെ പൂളിലേക്കാണ്. സായി കോച്ചാണെങ്കിൽ കൂടിയും ഞങ്ങളെ സംബന്ധിച്ച് അവൻ ഞങ്ങൾക്കൊരു അനിയനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ അവനെ ഏൽപ്പിച്ച് ഞങ്ങൾ അവിടെ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അർമാദിക്കലും ബഹളവും അപ്പുറത്തുള്ള റൂം എടുത്ത ടീന അറിഞ്ഞിട്ട് ചാടി ഓടി വന്നിരിക്കണതാണ് കേട്ടോ. അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മരിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. 12 മണിക്ക് തന്നെ എല്ലാവരും കൂടിയിട്ട് മരിയയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മുറിക്കുന്ന സീനാണ് കേട്ടോ. അൻസി അവളുടെ മുഖത്ത് തേക്കുന്നത് കണ്ട് ചിരിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നേരെ ഞങ്ങളുടെ മുഖത്തും തേച്ചു. അങ്ങനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് റോസിനെ വീണ്ടും വെള്ളത്തിലിടാൻ ശ്രമിച്ച് ആ നൈറ്റും കൂടി മാക്സിമം എൻജോയ് ചെയ്ത് ഫുൾ മാച്ച് കഴിയാൻ ഇനി ഒരു ദിവസം കൂടി ഉണ്ട്. കുഞ്ഞുവിന്റെ കളി കഴിയുകയും ചെയ്തു. പ്രൈസ് അവർ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.